പാകിസ്ഥാന് അത്യാധുനിക വിമാനങ്ങൾ നൽകുമെന്ന് ചൈനയുടെ പ്രഖ്യാപനത്തോടുകൂടി ഇപ്പോൾ ഇന്ത്യ ആകട്ടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതായത് തങ്ങളുടെ ആയുധപുരയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ അവർ കൂടുതലായി തന്നെ തയ്യാറെടുക്കുകയാണ്. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ Su-57ലേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ് ഇന്ത്യ. അതായത് ഇതോടുകൂടി തന്നെ ആയുധപുരയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ചൈനയുടെ എത്ര അത്യാധുനിക ലേബലിലുള്ള മിസൈലുകളോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളോ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ അതിനായി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ചൈനയുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനമായ J-20, J-35 എന്നിവ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി അത് നേരിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ താൽക്കാലികമായ സ്റ്റെൽത്ത് പ്രതിരോധം എന്ന നിലയിൽ നിശ്ചിത എണ്ണം Su-57 വാങ്ങുക എന്നതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാന് അത്യാധുനിക വിമാനങ്ങൾ നൽകുമെന്ന് ചൈന നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ആകട്ടെ വ്യോമ പ്രതിരോധം ശക്തമാക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടി അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് റഷ്യയുമായി കൂടുതൽ പ്രതിരോധ ഇടപാടുകൾ കരാറിലേക്ക് എത്താനാണ് ഇപ്പോൾ ഇന്ത്യ ഒരുങ്ങുന്നതും. ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന തരത്തിലേക്കാണ് പുതിയ കരാർ അവിടെ രൂപപ്പെടുത്തുന്നതും. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷനിലേക്കും ഈ വിമാനങ്ങൾ നിർമ്മിക്കാനായി എത്തുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. നിലവിൽ സുഖോയ് 13 Mk-1 യുദ്ധവിമാനങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ പ്ലാന്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് Su-57 നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തിനുള്ള വിമാനത്തിന്റെ 40 മുതൽ 60% വരെയുള്ള ഭാഗങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തന്നെ സാധിക്കുമെന്നും ഇവർ കരുതപ്പെടുന്നു. ഇതിനായി ഏകദേശം 5000 മുതൽ 7000 കോടി രൂപ വരെ ചിലവായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. 3.25 ലക്ഷം കോടിയുടെ റാഫേൽ യുദ്ധവിമാന കരാർ അത് നടപ്പായാൽ ഉടൻ തന്നെ ഇന്ത്യ ആകട്ടെ റഷ്യയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 വാങ്ങുമെന്നും വ്യക്തമാക്കിയിരുന്നു. ചൈനയുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ J-20, J-35 എന്നിവ വലിയ സുരക്ഷാ ഭീഷണികൾ ഉയർത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനം അവർ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആകട്ടെ ആ സേനയുടെ ഭാഗമാകാൻ 10 വർഷത്തോളം സമയമെടുക്കുമെന്നും വ്യക്തമാക്കുന്നു. അതുവരെ താൽക്കാലിക സംവിധാനത്തിന് എന്ന നിലയിലാണ് ഇത്തരത്തിൽ Su-57 വിമാനങ്ങളെ കൂടുതലായി തന്നെ ഇന്ത്യ പരിഗണിക്കുന്നത്. അമേരിക്കയുടെ F-35 പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അവയിൽ ഘടിപ്പിക്കുന്നതിലേക്കുള്ള കർശന നിയന്ത്രണങ്ങൾ ഇതിൽ കൂടുതൽ കാരണമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ Su-57 വിമാനങ്ങൾക്ക് കൂടുതലായി തന്നെ മുൻഗണന നൽകുന്നത്. മുൻപ് 2007 റഷ്യയുമായി ചേർന്നുകൊണ്ട് 5ാം തലമുറ വിമാനം വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് അവിടെ ഭാരിച്ച ചിലവ് കാരണം 2018 ഇന്ത്യ പിന്മാറുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഇവർ തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇവയാകട്ടെ ശത്രു റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഇതിൻ്റെ അത്യാധുനിക സ്റ്റെൽത്ത് ഫീച്ചറുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായി തന്നെ എടുത്തു പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.